ഹലോ ഗൈസ്, അങ്ങനെ അവസാനം അന്ന് രാത്രി തന്നെ അനി നന്ദു താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്താണ്. അനിക്കാണെങ്കിൽ നന്ദുവിനെ കണ്ടേ പറ്റൂ എന്നാണ് കേട്ടോ. നന്ദുവിനെ കാണാതെ അനി അവിടുന്ന് പോകില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. ഇനി അഥവാ അനി അവിടുന്ന് നന്ദുവിനെ കാണാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്ദുവിന് ഒരിക്കലും അനിയെ കാണേണ്ടി വരില്ലെന്നൊക്കെ അനി തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവസരം നന്ദുവിന് ഗത്യന്തരമില്ലാതെ നന്ദു തുഷാരയുടെ സഹായത്തോട് കൂടിയിട്ട് ഹോസ്റ്റലിന്റെ വെളിയിൽ ഇറങ്ങുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് രാത്രി സമയം അനിയാണ്. അനിക്കാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അനാമികയും ഉറങ്ങാതെ തന്നെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ആദർശ് നയനും ഈ ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഒന്നാകുന്നുണ്ട് കേട്ടോ. അതായത് ദേവി അനി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വാശിയൊക്കെ മാറ്റിവെച്ച് നയനെ ഏറ്റെടുക്കുന്നുണ്ട്. അന്ന് രാത്രി ദേവി അനി ആരും കാണാതെ ആദർശിന്റെ നയനയുടെ കഥകിന് മുട്ടാണ്. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു കേട്ടോ. കാരണം മറ്റുള്ളവർ ഈ സംഗതി ഒന്നും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദർശ് പതുക്കെ ഡോർ തുറക്കുന്നുണ്ട്. അമ്മേ പെട്ടെന്ന് നിങ്ങൾ കയറ്. അങ്ങനെ ദേവിയാനി മുറിയിലോട്ട് കയറാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു അഭിപ്രായം പറയട്ടെ. എല്ലാവരുടെയും കണ്ണും വെട്ടിച്ച് ഈ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ശ്വാസം മുട്ടും. നമുക്കൊന്ന് എൻജോയ് ചെയ്യേണ്ട അമ്മേ. ഇവരെയൊക്കെ പേടിച്ച് എത്ര കാലം എന്ന് വെച്ചാൽ ഈ മുറിയിൽ ഇങ്ങനെ സംസാരിച്ചു കൂടുക. അല്ല അപ്പൊ പിന്നെ മോൻ എന്താ പറയുന്നത്? അമ്മേ നമുക്ക് പുറത്തൊന്ന് ചുറ്റാൻ പോവാം. ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാലോ. അതുകൊണ്ട് മുത്തശ്ശിയോട് കാര്യം പറയാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറത്തൊന്നും പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ ഞാനില്ല മോനെ, നീയും നയനമോളും വേണമെങ്കിൽ പൊക്കോ. ഞാൻ ഈ സമയം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ജാനകിക്കും ജലജയ്ക്കൊക്കെ സംശയത്തിന് അത് മതിയാകും. ഭക്ഷണം കഴിക്കാൻ നേരം ഞാനും നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നാലേ അവർക്ക് അത് മതി സംശയിച്ചുണ്ടാക്കാൻ. എന്നാ പിന്നെ ആദർശിട്ടാ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. അമ്മ പറഞ്ഞത് ശരിയാ. ഇനി അവർ അമ്മയെ കാണാതായി കഴിഞ്ഞാൽ അവർക്ക് സംശയിക്കാൻ അത് മതിയാകും. ശരി. അല്ല അമ്മായിയമ്മയും മരുമകളാണല്ലോ ഇതുവരെ സംസാരിക്കാതിരുന്നത്. ഇവിടെ എനിക്ക് റോളില്ല. അതുകൊണ്ടേ എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. ഞാൻ പുറത്തു പോയി ഇരുന്നോളാം, നിങ്ങൾ സംസാരിക്കും. ഇതും പറഞ്ഞ് ആദർശ് ലാപ്ടോപ്പ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവിയാനിയും മരുമകളും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമികയുടെയും അനിയുടെയും മുറിയാണ്. അനിയാണെങ്കിൽ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് അനി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ടോന്ന്. ഇതൊക്കെ കണ്ടിട്ട് അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഷോ ഇവൻ ഈ മുറിയിൽ തന്നെ സാധാരണ ഉണ്ടാകാറില്ല. നന്ദു എന്ന് പറയുന്നവളെ പോലീസ് ക്യാമ്പിലൊക്കെ പോയപ്പോ ഇവനെ മറന്നു കാണും. എങ്ങനെ പോയാലും ഇവനൊരു രണ്ടാംകെട്ടുകാരനല്ലേ. ഷോ അതല്ല എന്റെ വിഷയം. പ്രതീക്ഷ വിളിക്കുമ്പോ ഇവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തൂല്ല. ഇതും പറഞ്ഞ് അനാമിക എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അനി നീ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലേ മര്യാദയ്ക്ക് കിടക്കണം. തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതെങ്ങനെയാ? ഒരുത്തിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചല്ലേ ഉറങ്ങുന്നത്, പിന്നെ ഉറക്കം കിട്ടുമോ? അവള് വിളിച്ചു കാണില്ല അല്ലേ? അവക്ക് പോലീസ് ക്യാമ്പിലേക്ക് പോയപ്പോഴേ നിന്നെ വേണ്ട അത്ര മാത്രം പറഞ്ഞാൽ മതി. ചിലർക്ക് അർഹിക്കാത്ത അധികാരം കിട്ടുമ്പോ എങ്ങനെയാ അവർക്ക് എന്തോ വലിയ സംഭവം കിട്ടിയ പോലെ ആയിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ളവരെ സാധാരണ മറക്കാറാ പതിവ്. ദേനാവിയെ ഞാൻ ആകെ തല പെരുത്തിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കഴുത്ത് നെരിച്ച് ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ ജയിലിൽ പോയാലും എനിക്ക് ഒരു കുറ്റബോധവും ഉണ്ടാവില്ല. ഓ ജയിലിൽ പോയാൽ പിന്നെ അവളെ സ്ഥിരമായിട്ട് കാണാലോ. അപ്പൊ പിന്നെ കാരണം ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷേ ഇത് വലിയ കഷ്ടാണല്ലോ. കഷ്ടാവും. നീ അവളെ നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നിടത്തോളം കാലം കഷ്ടം തന്നെയാകും. ഷേ ശല്യം. ഇതും പറഞ്ഞ് പുതപ്പും പില്ലോയൊക്കെ എടുത്തിട്ട് അനി പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ സമാധാനായി, ആ ശല്യം പോയി കിട്ടി. ഇനിയിപ്പൊ പെട്ടെന്ന് പ്രതീക്ഷനെ വിളിക്കാം. അങ്ങനെ അനാമിക പ്രതീക്ഷനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രതീക്ഷ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അനാമിക, ഞാൻ നിന്നെ എത്ര തവണയായി വിളിച്ചോണ്ടിരിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? എന്താ പ്രതീക്ഷ നീ പറയുന്നത്? അനി മുറിയിലുണ്ടായിരുന്നു. അവന് പുറത്തോട്ട് എങ്ങനെയെങ്കിലും ആക്കണ്ടേ? അല്ല അവൻ സാധാരണ മുറിയിൽ കിടക്കാറില്ലല്ലോ. ഇല്ല, അവൻ ഉറക്കം കളഞ്ഞ് ആ ബാൽക്കണിയിൽ എങ്ങാനും പോയി ഇരിക്കാറാ പതിവ്. ഇന്നെന്താണ് അവ ഇവിടെ വന്ന് കിടന്നത്? അല്ല അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഏയ് അങ്ങനെയൊന്നും അവൻ ചെയ്തില്ല. അതിനവന് എന്നോട് ഒരു താല്പര്യമില്ല. ശരി, അത് കേട്ടാ മതി. പിന്നെന്തൊക്കെയാ എന്റെ ഡാർലിംഗ് പറ. അങ്ങനെ അവര് കൊഞ്ചു കൊഴിഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അനി അങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ നന്ദു വിളിക്കാത്തത്? ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളാന്നും ഞാൻ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരാന്നും അവള് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അനാമികയും ഞാനും തമ്മിൽ ഒന്നിക്കണമെന്നാ അവൾ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പാടില്ല. അവളെന്തായാലും നീതിയുടെ പക്ഷത്തല്ലേ. ഇവൾ ആ പയ്യന്റെ കൂടെ കറങ്ങി നടക്കുന്ന വീഡിയോ എന്തായാലും നന്ദുവിന് അയച്ചു കൊടുക്കണം. ഇതും പറഞ്ഞ് അനി നന്ദുവിന് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നന്ദു അനിയുടെ മെസ്സേജ് എടുത്തു നോക്കുന്നുണ്ട്. ഒരു വീഡിയോ കണ്ട പാടെ തന്നെ അത് നന്ദു പ്ലേ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അനാമിക ഏതോ ഒരു പയ്യന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ നന്ദു ഒന്ന് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയപ്പോ തന്നെ നന്ദുവിന് അനി ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ കണ്ട ഷോക്കിൽ നന്ദു ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. ഹലോ നന്ദു, നിനക്ക് ഇപ്പോഴെങ്കിലും എന്റെ ഫോൺ എടുക്കാൻ തോന്നിയല്ലോ. നീ അവക്കും വേണ്ടിയിട്ടല്ലേ എന്റെ ഫോൺ എടുക്കാതിരിക്കുന്നത്. നീ എന്തൊക്കെ ചെയ്ത് എന്നെ അവോയ്ഡ് ചെയ്താലും ഇങ്ങനെയുള്ള ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തെ വെച്ച് പൊറപ്പിക്കണോ? നീ പറ നന്ദു. അനി അത് ഇവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവള് നിന്റെ ഭാര്യയല്ലേ? മറ്റൊരു പുരുഷന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു, അതും ഒരു പബ്ലിക് പ്ലേസിൽ. അതെ നന്ദു, ഇങ്ങനെയൊക്കെ കാണുന്ന ഞാൻ എന്തിനാ അവളെ സ്നേഹിക്കുന്നത്? നീ പറ, എന്റെ ജീവിതം അങ്ങനെ ഞാൻ പാഴാക്കി കളയണോ? എന്നാലും അനി നിനക്കിത് വീട്ടിൽ അറിയിക്കാൻ പാടില്ലായിരുന്നോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു.
എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണെന്നാ അവരൊക്കെ പറയുന്നത്. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടും ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ആദർശേട്ടനോടാ ഞാൻ കാര്യമെല്ലാം പറയലെന്ന് നന്ദുവിന് അറിയാലോ. ആദർശേട്ടനോട് പറഞ്ഞപ്പോഴാ ആദർശേട്ടൻ പറഞ്ഞത് ഞാനും നീയും ഇടയ്ക്ക് കാണാറും സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവളും മറ്റൊരു പയ്യനെ കണ്ടതായിരിക്കുമെന്ന്. അതും ശരിയാനി, ആദർശേട്ടൻ പറയുന്നത് എന്തുകൊണ്ടും ശരിയാ. നീ എന്നെ കാണാൻ കല്യാണം കഴിഞ്ഞ് രാത്രി സമയം വരെ വന്നിട്ടുണ്ട് എന്ന് കരുതി നന്ദു ഞാൻ എന്റെ മടിയിൽ നിന്നെ തലവെച്ച് കിടത്തിയിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞും ഞാൻ കണ്ടു അറിയുന്ന സമയത്ത് എനിക്ക് എത്ര വേദനയുണ്ടെന്ന് അറിയോ? അനി, നീ ഈ കാര്യം നിന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ നീ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ, എനിക്കിപ്പോൾ ഉറങ്ങേണ്ട സമയം. രാവിലെ ആകുമ്പോൾ പ്രാക്ടീസ് തുടങ്ങും. ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എനിക്കൊരു ഉന്മേഷം ഉണ്ടാകത്തില്ല. ശരി, നീ കിടന്നുറങ്ങിക്കോ. നീ എന്റെ ഫോൺ എടുത്തല്ലോ, എനിക്കത് എന്നെ വലിയ സന്തോഷമായി. നന്ദു, ഞാനൊരു കാര്യം പറഞ്ഞാ നീ അതിന് സമ്മതിക്കോ? എന്ത് കാര്യാനി? അത് പിന്നെ ഞാൻ നന്ദുവിനെ കാണാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് ഈ രാത്രി എന്നെ നിന്നെ കാണണം. അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ, ഞാൻ ബൈക്കിന് തന്നെ വന്നോളാം. അനി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഇങ്ങോട്ട്. ആയിക്കോട്ടെ, ഞാൻ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരാം. അനി, വേണ്ട, പറയുന്നത് കേൾക്ക്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലും എന്നെ നിനക്ക് കാണാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ദേ, എനിക്ക് നിന്നെ ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ നന്ദു ഈ ജീവിതത്തിൽ ഇനി അനി ഒരിക്കലും കാണാന്ന് പ്രതീക്ഷിക്കണ്ട. അനി, നീ എന്നെ ഇങ്ങനെ എന്തിനാ ധർമ്മസങ്കടത്തിലാക്കുന്നത്? അങ്ങനെ നിന്നെ ധർമ്മസങ്കടത്തിലാക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എനിക്ക് നിന്നെ വന്ന് കാണണം, കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ സംസാരിച്ചില്ലെങ്കിലും വേണ്ട, ഒന്ന് കണ്ടാ മാത്രം മതി. പ്ലീസ് നന്ദു, ഒന്ന് നീ സമ്മതിക്കേ. എന്താണ് ഇതൊക്കെ? അനാമിക അറിഞ്ഞത് വലിയ വിഷയമാകും. അവള് ചെയ്ത കാര്യങ്ങളൊക്കെ നീ കണ്ടല്ലോ. കൂടുതൽ വിഷയമാക്കിയാലേ ഞാൻ ആ വീട് മുഴുവൻ കാണിക്കും. അപ്പൊ പിന്നെ ഒരു നിമിഷം പോയിട്ട് ഒരു സെക്കൻഡ് പോലും ഇവിടെ മുത്തശ്ശൻ അവളെ നിർത്തില്ല. പിന്നെ അവളുടെ സ്ഥാനം അനന്തപുരിക്ക് പുറത്താ. എന്നാലും അനി, ഇതൊന്നും നല്ല കാര്യമല്ല. എല്ലാവരും നമ്മളെ പറഞ്ഞു ഉപദേശിച്ചതല്ലേ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താ? നന്ദു, ഓരോ പുരുഷന്റെ കൂടെ ഓരോ നിമിഷവും ചെലവഴിക്കുന്ന അവളുടെ കൂടെ ഞാൻ കഴിയണോ? അതിനുള്ള അർഹതയെ എനിക്കുള്ളൂ. നന്ദു, എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്ന് ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഫോൺ വെക്കി. അനി, അത് പിന്നെ അപ്പോഴേക്കും അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അനിയുടെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഹലോ ശരത്തെ. എന്താടാ, നീ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? ഉറങ്ങിയതൊക്കെ മതി. നീ പെട്ടെന്ന് റെഡി ആയിക്കേ. ഞാൻ നിന്റെ വീണ്ടും മുന്നോട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അയ്യോ അനി, അങ്ങനെ മാത്രം പറയല്ലേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എടാ പ്ലീസ്, നിങ്ങളല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. നീ ഒന്ന് എന്റെ കൂടെ വാ. ഷോ, എന്താണ് ഇത്? നിനക്കിപ്പോ എങ്ങോട്ടാ ഈ സമയത്ത് പോവാനുള്ളത്? ആദ്യം നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേ. ഞാൻ നിന്റെ വീടിന്റെ വെളിയിലുണ്ടാകും. എന്നാലും എങ്ങോട്ടാന്ന് പറ. നീ ഇറങ്ങാദ്യം, എന്നിട്ട് പറയാം. ശരി. അങ്ങനെ അനി ഫോൺ കട്ട് ചെയ്തിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പൊ ആദർശ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അനി ആരെയും മൈൻഡ് ചെയ്യാതെ പോകുന്ന കണ്ടപ്പോ ആദർശ് പറയുന്നുണ്ട്, ഡാ അനി, ഷോ, ആദർശേട്ടൻ ഉറങ്ങിയില്ലേ? അല്ല, നീ ഇതെങ്ങോട്ടാ? ആദർശേട്ടൻ ഈ സമയം വർക്ക് ചെയ്യുന്നത്? അതെന്താ, കൂടുതൽ വർക്കുള്ള സമയത്ത് ഞാനിങ്ങനെ വർക്ക് ചെയ്യാറുണ്ടല്ലോ. എനിക്കെന്താ ഈ സമയത്ത് വർക്ക് ചെയ്തൂടെ? അല്ല, സമയത്തായിട്ടും ഏട്ടനെന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചതാ. അതവിടെ ഇരിക്കട്ടെ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാനൊന്ന് ഒരാളെ കണ്ടിട്ട് വരാം. ഒരാളെ കാണാനോ? ആരെ കാണാനാ? അത് എന്റെ ഒരു കൂട്ടുകാരനെ കാണാനാ. അവന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് പങ്കെടുക്കാനാ. ഡാ അനി, അനാമിക നിന്നെയും പ്രതീക്ഷിച്ചല്ലേ ആ മുറിയിൽ കിടക്കുന്നുണ്ടാവുക. നിന്റെ സ്നേഹമൊക്കെ അവള് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ഈ സമയത്ത് നീ ഇങ്ങനെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞു പോകുന്നത് അതൊന്നും ശരിയല്ല. ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറാൻ നോക്കണം. പഴയ പോലെയല്ലേ ഇപ്പൊ. നിനക്കൊരു കുടുംബമുണ്ട്, അത് ആലോചിക്കുന്നീ. ഏട്ടൻ ഈ സമയത്തും എന്റെ തല പെരുപ്പിക്കുന്ന രീതി സംസാരിക്കരുത്. ദേ, ഇപ്പൊ തന്നെ ഞാൻ ഡ്രസ്സ് വേറാൻ വേണ്ടി മുറിയിലോട്ട് പോയപ്പോ അവൾ ഏതോ പയ്യനോട് സംസാരിക്കുമായിരുന്നു. അതിനൊക്കെ കാരണക്കാരൻ ആരാ? നീ തന്നെ. നീ അവൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുന്നില്ല. അതുകൊണ്ടാ അവള് മറ്റു പുരുഷന്മാരെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഭാഗത്ത് നിന്റെ കഴിവുകേടാണത്. നീ അത് തിരുത്തിയാൽ തന്നെ മതി. എന്നാലും അവള് ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവിടെ ആരും പറയരുത്. അനി, അവൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നീ വിചാരിച്ച അവളുടെ സ്വഭാവമൊക്കെ മാറുമെന്നാ. നീ ഒന്ന് മനസ്സറിഞ്ഞ് അനാമികയെ സ്നേഹിക്കാൻ നോക്ക്. ഏട്ടന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, അതൊക്കെ ഞാൻ കേൾക്കാം. പക്ഷേ ഇവളെയും പറ്റി പറഞ്ഞ് ഏട്ടനെ ഉപദേശിക്കരുത്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും നീ ഇപ്പൊ ഈ സമയത്ത് പുറത്തോട്ട് പോവണ്ട അനി. അത് പിന്നെ ആദർശേട്ടാ, ഞാൻ അവന് വാക്കു കൊടുത്തു ചെല്ലാന്ന്. ഇനിയിപ്പോ ചെന്നില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഇതും പറഞ്ഞ് അനി അവിടുന്ന് പോവാണ് കേട്ടോ. ഇവനോട് എന്ത് പറഞ്ഞാൽ ഇവൻ കേൾക്കത്തില്ലല്ലോ. എന്ത് ചെയ്യാനാ, അവളും അതുപോലെ തന്നെ ആയിപ്പോയി. എന്തായാലും നന്ദുവിനെ കാണാനായിരിക്കില്ലല്ലോ, ആ ഒരു ആശ്വാസമുണ്ട്. ഓക്കെ, അങ്ങനെ അനി പുറത്തോട്ട് ഇറങ്ങി ബൈക്ക് എടുത്ത് പോവാണ് കേട്ടോ. അങ്ങനെ നേരെ ശരത്തിന്റെ വീടിന്റെ മുന്നിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശരത്ത് ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനി, എടാ, ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. അത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ആദർശേട്ടനെ കണ്ടു. ഓ, അപ്പൊ അതാണ് കാര്യം. അല്ല, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ നന്ദുവിനെ കാണാൻ പോവാ. എന്തോന്ന്? നന്ദുവിനെ കാണാനോ?
നന്ദുവിന്റെ വീട്ടിലല്ല ഇപ്പൊ ഉള്ളത്. അവളെ പോലീസ് ക്യാമ്പിലാ, അവിടുത്തെ ഹോസ്റ്റലിൽ അവളിപ്പോ. അതെനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ നിന്നെയും കൂടി കൂടെ വിളിച്ചത്. അനി, നിനക്ക് വട്ടായോ? ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നറിയോ അങ്ങോട്ടേക്ക്? അധികമൊന്നുമില്ല, ഓടിച്ച എത്താവുന്നതേ ഉള്ളൂ. നീയും ഞാനും മാറി മാറി ഓടിച്ചാ മതി. ഈ രാത്രി തന്നെ നമുക്ക് അവളെ കാണാം. അനി, എടാ നിനക്കെന്താ വട്ടായോ? അവിടെ പോയി നിരിക്കട്ടെ, എങ്കിലും അവളെ കാണുന്ന കാര്യം അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഞാൻ ഇന്ന് അവളെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. അനി, ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. അവളുടെ ജീവിതം വെച്ചും കൂടിയാ നീ കളിക്കുന്നത്. പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ച അവളുടെ കൂടെ ഞാൻ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടണോ? അനി, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. നിന്നെ കുറ്റപ്പെടുത്തുമല്ല ഞങ്ങള്. പക്ഷേ ഈ സമയത്ത് അവളെ കാണുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നേരം വെളുത്തിട്ട് പോവാം. പറ്റില്ല ശരത്തെ, എനിക്കിപ്പൊ കണ്ടേ പറ്റൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ വണ്ടി എടുക്ക്, നമുക്ക് പോവാം. അങ്ങനെ അവർ ബൈക്ക് എടുത്തിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിന്റെ മുറിയാണ് കേട്ടോ. ആ സമയത്ത് തുഷാരൻ നന്ദുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അല്ല, എന്താ ഉറങ്ങാറായില്ലേ? സാധാരണ നന്ദു ഈ സമയത്ത് കിടക്കാറില്ലേ? അത് പിന്നെ ഞാൻ കിടക്കാറുണ്ട്. അല്ല, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും വിഷമിച്ചോണ്ടൊരു ഭാഗത്തിരിക്കും. നീയാണോ പോലീസുകാരിയാവാൻ പോകുന്നത്? ശരിക്കും നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് എന്നോട് അത് തുറന്നു പറയാലോ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരിയാ. അതുകൊണ്ട് നിനക്ക് എന്ത് വിഷമം വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം. നിനക്ക് ബോയ്സ് ആയിരുന്നു അല്ലേ കൂട്ടുകാരൊക്കെ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ നിന്റെ ഇൻസ്റ്റഗ്രാം ഐഡി കണ്ടുപിടിച്ചു. അതിൽ നോക്കിയപ്പോഴാ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ബോയ്സ് ആണെന്ന് അറിഞ്ഞത്. ഇനിയിപ്പോ അതുകൊണ്ടാണോ നിനക്ക് നിന്റെ വിഷമം എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, നിന്നെ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം, പറ. ഏയ്, ഒന്നുമില്ല തുഷാരെ. ആ സമയത്ത് ശരത്ത് നന്ദുവിന് ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. നന്ദു, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അനിയെന്ന് എഴുതി കാണിക്കുന്നത്. ഇതാരാ നന്ദു? അനിയോ? ആ ഫോൺ എടുത്തേ. ഇതും പറഞ്ഞ് നന്ദു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരത്താണ് സംസാരിക്കുന്നത്. നന്ദു, ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായി. ദേ, നീ എങ്ങനെയെങ്കിലും പുറത്തോട്ടൊന്ന് വാ. ഇവനാ, നിന്നെ കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവൻ വല്ല കടുങ്കഴി ചെയ്യുന്നാ പറയുന്നത്. എന്താ ഇത് ശരത്തെ, നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതിനു പകരം നീയും അവൻ ഇങ്ങോട്ട് വരുവാണോ? എന്ത് ചെയ്യാനാ നന്ദു? അവന്റെ സ്വഭാവത്തെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതിപ്പോ ഞാൻ നിനക്ക് കൂടുതൽ പറഞ്ഞു തരട്ടാലോ. നീ ഫോൺ വെക്ക്. ഏതായാലും ഞങ്ങൾ അവിടെ എത്താറാവുമ്പോൾ നിന്നെ വിളിക്കാം. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തുഷാര ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, ആരാ വരുന്നെന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ആ സമയത്ത് നന്ദുവിന് തോന്നുകയാണ് ഈ ടൈമിന് തുഷാരയുടെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ലെന്ന്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, തുഷാരെ, ഞാൻ എന്നോട് കാര്യം പറഞ്ഞാൽ നീ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്താ, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാന്ന് പറഞ്ഞില്ലേ? നിന്റെ വിഷമം പറ. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ പിന്നെ കഥകളൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ സമയം അവിടുന്ന് പിന്നിടുകയാണ്. കുറെ ടൈം ഈ നന്ദുവിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടതിന് ശേഷം തുഷാര പറയുന്നുണ്ട്, ഷോ, ഇതൊരു വല്ലാത്ത സ്റ്റോറിയാണല്ലോ. അപ്പൊ നീ സ്നേഹിക്കുന്ന ആള് വിവാഹം കഴിച്ചതാണല്ലേ? അതെ. എന്നാലും അവൾ അവനെ വഞ്ചിക്കുന്നവനല്ലേ, പിന്നെ എങ്ങനെ അവൻ അവളെ സ്നേഹിക്കുക? അവിടെ എന്തായാലും നിനക്കൊരു സ്കോപ്പുണ്ട്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണെന്നാ നീ പറഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, ഇതൊക്കെ ശരി, ഇപ്പോഴെന്താ വിഷയം? അത് പിന്നെ അവനും എന്റെ ഒരു കൂട്ടുകാരനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവനക്ക് എന്നെ കാണുന്നത്രേ. അയ്യോ, അതെങ്ങനെ ശരിയാവും? ഇതൊരു പോലീസ് ക്യാമ്പാ. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ അവരോട് കാര്യം ബോധിപ്പിച്ച് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. ഞാൻ എന്താ തുഷാര ചെയ്യുക? എനിക്കാകെ കയ്യും കാലും വിറയ്ക്കുന്നത് പോലെ. ശരി, നീ വിഷമിക്കട്ടാ. അതിന് നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാം. അവനെ നിന്നെ കണ്ടേ പറ്റൂന്നല്ലേ പറഞ്ഞത്? തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നീ ആദ്യം വാ. തുഷാരെ, നന്ദു, നീ വിഷമിക്കണ്ട. നമുക്ക് ഇതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാം. പിന്നെ ഈ ഉപകാരം തിരിച്ചും വേണം. അവരെങ്ങാനും എന്നെ കാണാൻ വന്നാ നീയും എന്നെ സപ്പോർട്ട് ചെയ്യല്ലോ നന്ദു. തീർച്ചയായിട്ടും നീ എനിക്ക് ഉപകാരം ചെയ്താ നിനക്ക് ഞാൻ തിരിച്ചു ചെയ്യാതിരിക്കോ? എങ്കിൽ പിന്നെ നീ വാ. അങ്ങനെ അവര് പോലീസ് ക്യാമ്പിന്റെ ഹോസ്റ്റലിലൂടെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ കുറെ പേര് ഉറങ്ങാതെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയ്യോ നന്ദു, ഇവന്മാരൊന്നും ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഇനി ഒരു വഴിയും കൂടി ഉണ്ട്. നമ്മൾ പിന്നിലൂടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന വഴിയില്ലേ, അതിലൂടെ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കാം. ചിലപ്പോ അതിലൂടെ പുറത്തോട്ട് വല്ല വഴിയുണ്ടെങ്കിലോ? നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അതിന് തക്കതായ കാരണം വേണം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഈ ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒന്നും ഇല്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. തൽക്കാലം നമുക്ക് വയ്യെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാം. കൂടെ നീയും പോര്. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം. ആ സമയത്ത് നിനക്ക് അനിയെ കാണുകയും ചെയ്യാം. ഇതൊക്കെ കേട്ടിട്ട് സന്തോഷാവാൻ കേട്ടോ നന്ദുവിന്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് അനി നന്ദുവിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ഹലോ അനി. എന്താ അനി? ദേ, ഞാനിവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. നീ എവിടെയാ? അത് പിന്നെ ഞാൻ മുറിയില്ല. എന്നാ പിന്നെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് വരാൻ നോക്ക്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാ എന്നെ അങ്ങോട്ട് കയറ്റുമോ? അത് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പുറത്തോട്ട് വരാം. പിന്നെ അനി, ഇതെനി മേലിൽ ആവർത്തിക്കരുത്. ശരി, ഓക്കെ, ഈ പ്രാവശ്യം ഒന്ന് കാണട്ടെ നിന്നെ. ശരി, നീ ഫോൺ വെക്ക്. തുഷാരെ, അവൻ പുറത്തെത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വാ.
ഓക്കെ, ഇനി ബാക്കി എപ്പിസോഡ് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇടാട്ടോ. ഇന്ന് തന്നെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് എപ്പിസോഡ് കമൻറ്റ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ഇടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.